ഇന്ത്യൻ രാഷ്ട്രീയം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നിലേക്ക് മടങ്ങുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത അതേ ഭീകരത വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വകവരുത്തുമെന്ന് ഭരണപക്ഷത്തിന്റെ പ്രതിനിധി ഒരു ചാനലിൽ ഇരുന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. രാഹുലിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും. ഇത് കേവലം ഒരാളുടെ വിടുവായുത്തമായി കാണാൻ കഴിയില്ല. തീർത്തും ഫാസിസത്തിന്റെ കൊലവിളിയായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത്രയും ഭീകരമായ ഭീഷണിക്ക് മൗനം കൊണ്ട് ധൈര്യം നൽകുന്ന BJP നേതൃത്വത്തിനും കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന കേരള സർക്കാരിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. BJP അവരുടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ തെരഞ്ഞെടുത്ത വഴി ഇതാണ്: കൊലവിളി. ലഡാക്ക് വിഷയത്തിൽ രാഹുലിനെ വിമർശിക്കാൻ ഇറങ്ങിയ പ്രിഞ്ചു മഹാദേവ് എന്ന നേതാവ് ഒരു ചാനലിലിരുന്ന് ഇത്രയും വലിയൊരു ക്രിമിനൽ ഭീഷണി മുഴക്കുമ്പോൾ പിന്നിൽ ആരുടെയൊക്കെയോ പിന്തുണയും ധൈര്യവും ഉണ്ടെന്നത് വ്യക്തമാണ്. ഈ വധഭീഷണി കേട്ടിട്ടും ഒരു തള്ളിക്കളയൽ പോലും നടത്താതെ BJP മൗനം പാലിക്കുന്നത് ഇതൊരു പാർട്ടി തീരുമാനം ആയതുകൊണ്ടാവാം. എതിരാളികളെ വെടിവെച്ച് വീഴ്ത്താൻ നിങ്ങൾ ഒരുക്കമാണ് എന്ന സന്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ അണികൾക്ക് നൽകുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. സ്വന്തം തട്ടകത്തിൽ ഭരണത്തിന്റെ താക്കോൽ കയ്യിലുള്ള കേരള പോലീസിന്റെ മൗനം കണ്ടാൽ ആരായാലും തലയിൽ കൈവച്ചു പോകും. ഒരു ദേശീയ നേതാവിനെതിരെ പരസ്യമായി വധഭീഷണി ഉയർന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത്? സാധാരണക്കാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും UAPA ചുമത്തുന്ന പോലീസ് ഇത്രയും ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിൽ സ്വമേധയാ കേസെടുക്കാത്തത് തികച്ചും സംശയം ഉളവാക്കുന്നതാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ BJPയും കേരളം ഭരിക്കുന്ന CPIയും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം ഇവിടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകന് ഇത്രയും വലിയൊരു ഭീഷണി മുഴക്കാനുള്ള ധൈര്യം കിട്ടുന്നത്. ഇത്തരം ഭീഷണികൾ കൊണ്ട് രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാം എന്ന് കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ശരിയാണ്. ഈ ഫാസിസ്റ്റ് ഭീഷണികൾ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് നൽകുകയുള്ളൂ. ഇത്തരം ഒരു ഭീഷണിക്ക് മുന്നിൽ ഇവിടെ നിയമം വഴിമാറിക്കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കൊന്നുകളയുമെന്നൊക്കെ ഭീഷണി മുഴക്കുമ്പോൾ പോലീസ് നോക്കൂത്തികളാകുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്ന പ്രവൃത്തിയല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന ഭീഷണി രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷത്തിനും ജനാധിപത്യ വിശ്വാസികൾക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് കേരളം ഭരിക്കുന്നവർ ഓർക്കണം. ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം ഈ കൊലവിളിയെ അംഗീകരിച്ചു എന്നായിരിക്കും രാജ്യത്തിന് മുന്നിലുള്ള ചിത്രം. BJP ഭീഷണിപ്പെടുത്തുമ്പോൾ കേരള സർക്കാർ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ശക്തമായ പ്രതിഷേധം ഉയരണം. ഉടനടി കേസെടുക്കണം. അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനത്തിന് കേരള സർക്കാരും കൂട്ടുനിന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും.